എടാ നാളെ SSLC-കാർക്ക് മോഡൽ എക്സാമാണ്, മാത്സിൻ്റെ മോഡൽ എക്സാം, ലാസ്റ്റ് പരീക്ഷയാണ്. നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നാളെ മോഡൽ എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തത്. ഇത്രയും വർഷം നമുക്ക് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസിൽ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നാളത്തെ എക്സാമിന് പഠിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇനിയുള്ള SSLC പരീക്ഷയ്ക്ക് വരാൻ. അത് അത്രയ്ക്ക് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ വന്നത് കണ്ടോണം. തുടങ്ങാം. ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. നോക്കിയടാ, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, 8, 11, 14 അങ്ങനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ആദ്യം ചോദിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്, ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, വല്ല കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേമോ അങ്ങനത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആ മാർക്ക് ആർക്കും പോകില്ല. ഇനി കുറയ്ക്കാനും കൂട്ടാനും അറിഞ്ഞുകൊണ്ടെങ്കിൽ ആ മാർക്ക് ഒന്ന് പോകും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് അറിയാം 8, 11, 14 ആണെങ്കിൽ അവിടെ വരുന്ന ഫസ്റ്റ് ടേം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര, 8. ആദ്യത്തെ ടേം 8. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ രണ്ടാമത്തെ ടേമോ ഒന്നാമത്തെ ടേമോ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമോ രണ്ടാമത്തെ ടേമോ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ വ്യത്യാസം മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോകേണ്ട, ചെറുതിലേ ഉള്ള നോക്കിയാൽ മതി. 11ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ എന്ത് കിട്ടൂടാ, കോമൺ ഡിഫറൻസ് കിട്ടും. 11ൽ നിന്ന് 8 കുറച്ചാൽ 3 എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ, എ പാർട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഒരു മാർക്ക് ക്വസ്റ്റ്യൻ പോക്കറ്റിലായി. ഓക്കെ, ഇനി നോക്കടാ, 11ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമുക്കറിയാം xn അല്ലെങ്കിൽ xn കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമുക്കറിയാം, f+n-1 × d. ഓക്കെ, ഇവിടെ 11ാമത്തെ ടേമാണ് ചോദിച്ചത്, അതായത് 10ാമത്തെ. ഇതിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണെന്ന് ഞാൻ എടുക്കുകയാണേ. ബി പാർട്ട് ക്വസ്റ്റ്യനിൽ 11ാമത്തെ ടേം ആണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ x11 കണ്ടുപിടിക്കാൻ ഒന്നുമില്ലടാ, ഫസ്റ്റ് ടേമിനോടൊപ്പം എന്താ 11ാമത്തെ ആകുമ്പോൾ 1 കുറയ്ക്കുക. അപ്പോൾ 10d. 20ാമത്തെ ചോദിച്ചാലോ f+19d. 11ാമത്തെ ചോദിച്ചാൽ f+10d. ഓക്കെ, ഇത് ഇംഗ്ലീഷ് വായിക്കാൻ നോക്കണ്ട കേട്ടോ, വായിച്ച പണി കിട്ടും. ശരി, f+10d. ഓക്കെ, ഇടാ നോക്കിയിടാ, എഫ് നമുക്കറിയാം 8, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 + 10 × ഡിക്ക് പകരം 3. ശ്രദ്ധിക്കുക, ബോട്ട് മാസ് റൂള് അറിഞ്ഞുകൂടെങ്കിൽ തീർന്നു. 8ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് 3 ഗുണിക്കാൻ നിന്നാൽ ആ മാർക്ക് കൂടെ അങ്ങ് പോകും. ഓക്കെ, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ 8 + 30, ആൻസർ എത്ര രൂപ, 38 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എ പാർട്ടും ബി പാർട്ടും സിമ്പിളാണ്. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്കറിയാം. 11ാമത്തെ ടേം കണ്ടിരിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് f+10d എടുത്തു. അപ്പോൾ നിങ്ങളടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ 20ാമത്തെ ടേമും 35ാമത്തെ ടേമും നമ്മളുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ചാടി കയറി 20ാമത്തെ ടേം കണ്ടുപിടിക്കും, 35ാമത്തെ ടേം കണ്ടുപിടിക്കും, എന്നിട്ട് വ്യത്യാസം എടുക്കും. ഓക്കെ, ഇരിക്കത്തേ ഉള്ളൂ. എടാ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇത്, എന്താ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഒന്നുമില്ലടാ. ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ആ പൊസിഷൻ്റെ വ്യത്യാസം എടുക്കുക. 35ൽ നിന്ന് 20 ഒന്ന് കുറയ്ക്കുക, എത്ര കിട്ടും, 15 എന്ന് കിട്ടും. ഈ കിട്ടിയ 15നെ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഗുണിച്ചാൽ. ഇനി 11ാമത്തെയും 16ാമത്തെയും ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുക, 16ൽ നിന്ന് 11 വ്യത്യാസം എടുക്കുക, എത്ര, 5. എന്നിട്ട് കോമൺ ഡിഫറൻസ് ഗുണിക്കുക. അപ്പോൾ പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഗുണിച്ചാൽ അതിന് ആൻസറും കിട്ടും. അല്ലാതെ സെപ്പറേറ്റ് കണ്ടുപിടിച്ച സമയം കളയരുത്. അപ്പോൾ പറഞ്ഞേടാ, ഡിഫറൻസ് ആണ് ചോദിച്ചത്. അവർ ചോദിച്ച ഡിഫറൻസ് ആരൊക്കെ തമ്മിലാണോ, 35ഉം 20. വ്യത്യാസം എത്ര, 15. ഈ 15നെ കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഗുണിക്കുക, എത്ര കിട്ടും, 15 × 3 45 എന്ന് കിട്ടും. അപ്പോൾ വ്യത്യാസം എത്രയാടാ, 45. തീർന്നു, സി പാർട്ട് ആയി. ഇനി ഡി പാർട്ട് ക്വസ്റ്റ്യൻസ്. ഡി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചത്, 125 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ എത്രാമത്തെ, അല്ലെങ്കിൽ ഏതാ പൊസിഷൻ, എത്രാമത്തെ. അപ്പോൾ എത്രാമത്തെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ, n, എത്രാമത്തെ ടേം എന്ന് ചോദിച്ചാൽ n കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എന്താ ഫോർമുല, xn - f/d + 1. ഓക്കെ, xന് പകരം എന്താണോ അവർ പറഞ്ഞത്, ഇതാണ് സാധനം, ആ ടേമാണ് xn എന്നെടുക്കുക. എത്രടാ, 125 - f അറിയാം 8, d അറിയാം എവിടെടാ 3 + 1. 125ൽ നിന്ന് 8 കുറക്കുക, എത്ര, 117/3 + 1. 117 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര ഇട്ടൂടാ, 3 തവണ 9. ബാക്കി 27ൽ എത്ര, 9 തവണ +1, എത്ര, 40ാമത്തെ ടേമാണ് ആര്, 125. സിമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ലേ. സെക്ഷൻ ബിയിലോ സെക്ഷൻ സിയിലോ ഒക്കെ വരാം കേട്ടോ. ഇത്രയും എന്താ, ആദ്യത്തെ 3 എണ്ണം എളുപ്പമാണ്, 4ാമത്തെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഫോർമുല അറിയണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇല്ലെങ്കിൽ മറ്റേ എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഒക്കെ ഇട്ട് ചെയ്ത് സമയം കുറേ പോകും. ഈ ഫോറിൽ അറിഞ്ഞാൽ മാത്രം മതി. സെറ്റല്ലേ? ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയടാ, ഓൾജിബ്ര തന്നിട്ട് എഫും ഡിയും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനോ എഫും ഡിയും തന്നിട്ട് ഓൾജിബ്ര കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനോ ഷുവർ ക്വസ്റ്റ്യനാണ്. സെക്ഷൻ ബിയിൽ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. മസ്റ്റ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾജിബ്ര തന്നിട്ട് നമ്മൾ ബാക്കി എന്താ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. ഇവിടെ എന്താ ഓൾജിബ്ര തന്നിട്ടുണ്ട് 4n+5. എക്സ് എൻ എന്ന് പറയുന്നത് 4n+5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഓൾജിബ്രയുടെ ജനറൽ ഫോം ആദ്യം അറിയണം. എന്താടാ? a(n+b). ഈ ഒരു സാധനത്തിൽ താഴെ വരുന്നത് മൈനസും വരാൻ കേട്ടോ. അപ്പോൾ ബി മൈനസ് വാല്യൂ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ജോലി എന്താണ് എ എന്നും എന്താണ് ബി എന്നും എഴുതാൻ അറിയണം. നോക്കടാ, എന്നിൻ്റെ കോഎഫിഷ്യൻ്റായ 4, അതാണ് ആര്? എ. അപ്പോൾ എ 4 കിട്ടും, ബി എന്താ 5. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇനി സിമ്പിളാണ്. ഇനി ഫോർമുലയും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. ശരി, എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എഫും ഡിയും കണ്ടുപിടിക്കുക. എന്താ എ പാർട്ട് ക്വസ്റ്റ്യനിലെ എഫ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടടാ. എന്താണോ എ ബിയും അതങ്ങ് കൂട്ടി വെച്ചാൽ a+b എത്രടാ? 4+5 9 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. a+b എന്ന് കൂട്ടാൻ അറിയണം. ഓക്കെ, ഇനി എന്താ ചോദിച്ചത്? കോമൺ ഡിഫറൻസ് സിമ്പിൾ ആണടാ. കോമൺ ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാൽ എ എത്രയാണോ അതാ കോമൺ ഡിഫറൻസ്. എ 10 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് 10, എ 4 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര? 4 കിട്ടി. സെക്ഷൻ എ സിമ്പിൾ. സെക്ഷൻ എ അല്ല, എ പാർട്ട് ക്വസ്റ്റ്യൻ സിമ്പിൾ. അപ്പോൾ ഓൾജിബ്ര തന്നിട്ട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ചോദിച്ചാൽ അറിയേണ്ടത് എഫ് കണ്ടുപിടിക്കാൻ a+b എന്ന ഫോർമുലയും ഡി കണ്ടുപിടിക്കാൻ എ എന്താണോ അത്. സിമ്പിൾ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾജിബ്ര nth ടേമിനും ഉണ്ട് സമ്മിനും ഉണ്ട്. സമ്മ് കണ്ടുപിടിക്കാൻ ഒരു ഓൾജിബ്ര ഫോം പഠിക്കണം. ഓക്കേടാ, അതാണ് ബി പാർട്ടിൽ അവർ പറയുന്നത്. അപ്പോൾ സമ്മിൻ്റെ ഓൾജിബ്ര ഫോം വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. Sn = pn² + qn. ഇതാണ് സാധനം. അപ്പം Sn = pn² + qn എന്ന ഫോമിലുള്ള ഓൾജിബ്രൈ ഫോം വേണം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം സമ്മിൻ്റെ ഓൾജിബ്രയും എന്താ nth ടേമിൻ്റെ ഓൾജിബ്ര, 2 ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ വരാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറാണ്, വരും, നാളത്തെ പരീക്ഷയ്ക്കും വരും. ഓക്കേടാ, ഇവിടെ നോക്കിക്കടാ. Sn = pn² + qn. പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസിൻ്റെ നേര് പകുതി. ഓക്കെ, ഇവിടെ ഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ പാർട്ടിൽ എന്താ 4. ഈ 4ൻ്റെ പകുതി എടുത്താൽ മതി. എത്ര ഇട്ടൂടാ? 4/2. 2 ആയിരിക്കും അവിടെ പി ഇവിടെ വാല്യൂ. കോമൺ ഡിഫറൻസിൻ്റെ നേര് പകുതി, വേറെ ഒന്നുമില്ല. കോമൺ ഡിഫറൻസിൻ്റെ നേര് പകുതി അങ്ങ് എടുത്താൽ മതി. ഇനി നോക്കിക്കടാ, കണ്ടുപിടിക്കേണ്ടത് Q ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Q ആണ്. Q കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പീനെ അങ്ങ് കുറച്ച് കളഞ്ഞാൽ മതി. ആദ്യമേ പി അങ്ങ് കണ്ടുപിടിക്കും. എത്ര പി കണ്ടുപിടിച്ചത്? 2. ഇനി Q കണ്ടുപിടിക്കാൻ എന്താണോ ഫസ്റ്റ് ടേം അതിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ച പി അങ്ങ് കുറച്ച് കളയാം. നോക്കട്ടെ, എഫ് എത്ര ഇടണം? നമുക്ക് എഫ് വന്ന് ഇതാടണം. എഫ് എവിടെ? അതാ 9. 9ൽ നിന്ന് പി ഇതാ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2. 9ൽ നിന്ന് 2 കുറച്ച് കിട്ടുന്ന ആൻസർ എത്ര? 9 - 2 7. നോക്കിയടാ, പി കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസിൻ്റെ പകുതി എടുത്തു. Q കണ്ടുപിടിക്കാൻ എഫിൽ നിന്ന് ആ പി അങ്ങ് കുറച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഈ Sn എന്ന് പറയുന്ന സാധനം ഒന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി. pn² + qn. പി എവിടെടാ? പി ഇതായിരിക്കുന്നു 2. അപ്പോൾ 2n² + qന് പകരം 7n. ദിസ് ഈസ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് സം ഓഫ് n ടേംസ്. ഇത്രേ ഉള്ളൂ. അപ്പം ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് nth ടേം വെച്ച് എഫും ഡിയും കണ്ടുപിടിച്ചു. അതുപയോഗിച്ച് സമ്മിൻ്റെ ഓൾജിബ്രയും കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ സാധനം? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കേടാ, ഇത് സംഭവം റിപ്പീറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു 5 കൊല്ലമൊക്കെ എടുത്ത ഇത് വന്നിട്ടുണ്ട്. അഥവാ വന്നാലും ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലാതെ ഇത് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2 വർഷമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസിന് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നോക്കിയടാ, 1 2 3 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ്. അപ്പോൾ നമ്മൾ ഫോർമുല അറിഞ്ഞിരിക്കണം. n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പോൾ നോക്കിയാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. എന്താണ് Sn കണ്ടുപിടിക്കേണ്ട ഫോർമുല? സം ഓഫ് n നാച്ചുറൽ നമ്പർ എന്താണ്? n × n + 1/2. ഒന്ന് ആലോചിച്ച് നോക്കടാ, 1 മുതൽ 20 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ്. അപ്പോൾ n പകരം എന്ത് കൊടുത്താൽ മതി? 20 കൊടുത്താൽ മതി. എന്ത് കിട്ടും ആൻസർ? 20 × 21/2. 2ഉം 20 വെട്ടുമ്പോൾ എത്രയോടാ? 10 × 21 210 എന്ന് കിട്ടും. ഓക്കെ,
നമ്മൾ ഈവൻ നമ്പറിൻ്റെ ഫോർമുല അറിയണം, ഓഡ് നമ്പറിൻ്റെ അറിയണം, പിന്നെ ഏതാ നാച്ചുറൽ നമ്പർ. ഈവൻ നമ്പറിൻ്റെ അറിയാമല്ലേ, ഈ 2 വട്ടം കളഞ്ഞാൽ n ഇൻറ്റു n+1. ഓഡ് നമ്പർ ആകുമ്പോൾ n². നമ്മൾ ഫോർമുല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ SN n ഇൻറ്റു n+1/2 ഡയറക്റ്റ് 210 ആൻസറും കിട്ടും. അല്ലാതെ സമ്മിൻ്റെ ഫോർമുലയിലേക്ക് ഇട്ട് സമയം കളയണ്ട. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയണം. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ നാച്ചുറൽ നമ്പർ അല്ല, ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറും അല്ല. ഒരു നമ്പർ ഒരു എന്താ ഒരു സാധാ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നോക്കിയടാ, നമുക്ക് ഇവിടെ 8, 16, 24 എക്സെട്ര ആയിട്ട് 160. അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ച് നോക്കിയടാ, എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ബി പാർട്ടാണ് എഴുതുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ 8, ഡി എന്ന് പറഞ്ഞാൽ 16 നിന്ന് 8 കുറച്ചാൽ മതി. എത്രയടാ? 8. എഫും ഡിയും 8 തന്നെ. ഇനി എന്ത് കണ്ടുപിടിക്കുക? 160 വരെയുള്ള നമ്പറിൻ്റെ സമ്മ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവസാനത്തെ ടേമിന് നമ്മൾ എടുക്കുന്നത് എന്താടാ? എക്സൻ എന്നാണ്. അതെന്താടാ? 160. എഫ് എഴുതി, ഡി എഴുതി, എക്സൻ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? n കണ്ടുപിടിക്കണം. കുറച്ച് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്നിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞു. എന്താണ് എന്നിൻ്റെ ഫോർമുല? n ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. നോക്കിയടാ, എക്സൻ അറിയാം, എഫ് അറിയാം, ഡി അറിയാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പറഞ്ഞ് 160 മൈനസ് എഫിന് പകരം 8/d എത്രയാടാ? അതും 8 തന്നെയാണ്, പ്ലസ് 1. 160 നിന്ന് 8 കുറച്ച് എത്ര കിട്ടും? 152/8 പ്ലസ് 1. ഓക്കേടാ, 152നെ 8 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് 8 എത്ര? ഒരു തവണ 8, ബാക്കി എത്ര? 72ൽ 9 തവണ 19 പ്ലസ് 1 20 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ n നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തുകൊണ്ട് n കണ്ടുപിടിച്ചില്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. 1 മുതൽ 20 വരെയുള്ള നമ്പറിൽ 20 ഉള്ളൂ. n 20. അവിടെ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 8, 16, 24 എന്ന് കൂട്ടി 160 വരെ എത്തി. അത് കണ്ടുപിടിക്കാൻ n കണ്ടുപിടിച്ചേ പറ്റൂ. n എന്താ? 20 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം സമ്മ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. എന്താ സമ്മ് കണ്ടുപിടിക്കേണ്ട ഫോർമുല? n/2 ഇൻറ്റു എഫ് പ്ലസ് എക്സ് എൻ. 2 ഫോർമുല ഉണ്ടാ. ഞാൻ കുറച്ചും കൂടി ഈസി ചെയ്തല്ലേ. എക്സ് എൻ അറിയാം, എഫ് അറിയാം, എൻ അറിയാം. ഇതല്ലേ സിമ്പിൾ. അല്ല 2f + n-1 ഇൻറ്റു ഡി എന്നൊരു ഫോർമുല എടുക്കുന്നതിനെക്കാട്ട് ബെറ്റർ ഏതാ? ഇതാ. നോക്കിയടാ, n/2 20/2. എഫിന് പകരം എത്ര? ഇവിടെ കണ്ടുപിടിക്കുമല്ലോ, അതായിരിക്കും 8 പ്ലസ് എക്സ് എൻ എത്രടാ? 160. ഓക്കെ, അപ്പോൾ എത്ര വരും? ഇത് എത്ര വരും? 10 എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. 160 8 കൂട്ടുമ്പോൾ എത്രടാ? 168. ആൻസർ എത്ര? 1680 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ സമ്മിൻ്റെ ഓൾജിബ്ര വരുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ nth ടേമിൻ്റെ ഓൾജിബ്ര പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം, സമ്മിൻ്റെ ഓൾജിബ്ര രണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. എ പാർട്ടിൽ ബി പാർട്ടിലായിട്ട് വരാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അത് ചെയ്യാൻ അറിഞ്ഞിരുന്നേ പറ്റൂ. ഇവിടെ നോക്കിയടാ, സമ്മിൻ്റെ ഓൾജിബ്രായി ഫോമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ SN ആണ് തന്നിട്ടുള്ളത്. SN എന്താണ് തന്നത്? 4n² പ്ലസ് 2n. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു സമ്മിൻ്റെ ഓൾജിബ്രായി ഫോമിൻ്റെ ജനറൽ ഫോം എന്താണ്? SN ഈസ് ഈക്വൽ ടു pn² പ്ലസ് qn. എടാ, ഒരു മോഡിക്ക് വേണ്ടി p q എന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കൊടുക്കാം? ആൽഫബറ്റ് ഉപയോഗിക്കുക കേട്ടോ. pn² പ്ലസ് qn എന്നോ അല്ലെങ്കിൽ an² പ്ലസ് bn എന്നോ എന്തുകൊണ്ടും എടുത്തോ. ഞാൻ p q എന്ന് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അവിടെ എന്തായിരിക്കും? ഒരു സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും എന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കേടാ, ഇവിടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം. പിയുടെ വാല്യൂ എടുത്ത് എഴുതാം 4 കണ്ടോ. ക്യൂയുടെ വാല്യൂ നമുക്കറിയാം എത്രയടാ? 2. p4 q2. ഇനിയാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കിയടാ. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് നേരത്തെ നമ്മൾ അതേപോലെ ചെയ്തല്ലേ. ഓൾജിബ്ര ഓഫ് nth ടേം തന്നപ്പോഴും എ പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ്. ഇവിടെ അതുപോലെ ഓൾജിബ്ര തന്നിട്ട് എന്താ ചോദിച്ചത്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ്. നോക്കിയടാ, എ പാർട്ട് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾജിബ്ര ഓഫ് nth ടേമിൽ a പ്ലസ് ബി, അതായത് അവിടെ ഇരുന്ന് 2 പേരെ കൂട്ടി. ഇവിടെ സെയിം ആണ്. പിയും ക്യൂവും കൂടെ കൂട്ടിയാൽ മതി. p പ്ലസ് ക്യൂ. p പ്ലസ് ക്യൂ എത്ര വരൂടാ? 4 പ്ലസ് 2 6 എന്ന് കിട്ടും. എഫ് കിട്ടി. കോമൺ ഡിഫറൻസ് മറ്റെവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തൂടാ? ആ എ എന്താണോ അതിൻ്റെ അതേ വാല്യൂ തന്നെ അങ്ങ് എടുത്തു. ഇപ്പോൾ എ 5 ആയിരുന്നെങ്കിൽ ഡി എന്തായിരുന്നു? 5 ആയിരുന്നു. പക്ഷേ ഇവിടെ സമ്മിൻ്റെ കേസിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എടുത്ത പി ഉണ്ടല്ലോടാ, പി അല്ല എടുക്കേണ്ടത്, പിയുടെ ഡബിൾ, ട്വൈസ് 2p. ഓക്കെ, എന്താ 4 ആണെങ്കിൽ 4ൻ്റെ ഡബിൾ അങ്ങ് എടുക്കുക. ഇവിടെ നോക്കിയടാ, p 4 ആയതുകൊണ്ട് 2 × 4 എത്രയടാ? 8. മറ്റതും പഠിച്ചുകൊണ്ട് ഇത് തിരിഞ്ഞു പോരുത് കേട്ടോ. മറ്റത് എ ഡയറക്റ്റ് എടുത്ത കോമൺ ഡിഫറൻസ്. ഇവിടെ എന്താണോ n² കോയിഫിഷ്യൻ്റ്, അതായത് പിയുടെ ട്വൈസ് എടുക്കാൻ മറക്കരുത്. നോക്കിയിട്ട് എ പാർട്ട് ക്വസ്റ്റ്യൻ എഫ് കിട്ടി 6, ഡി കിട്ടി 8. എ പാർട്ട് സിമ്പിൾ അല്ലേ. ഇനി എന്താണ് ചോദിച്ചത്? ബി പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 25 പേരുടെ സം.
ആദ്യത്തെ 25 ടേംസിൻ്റെ സമ്മ്. സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യും, സമ്മിൻ്റെ ഫോർമുല കാണാതെ പഠിച്ച് കിടിലായിട്ട് പോയ പിള്ളേരാ. നിങ്ങൾ എന്ത് ചെയ്യും, സമ്മിൻ്റെ ഫോർമുല എഴുതുന്നു, എൻ എഴുതുന്നു, എഫ് എഴുതുന്നു, ഡി എഴുതുന്നു, അങ്ങനെ ചെയ്യുന്നു. അത്രയൊന്നും കഷ്ടപ്പെടേണ്ട. ഇവിടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് സമ്മിൻ്റെ. എന്താടാ 4n² + 2n. അവിടെ എന്നിന് പകരം ആ 25 അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഒന്നേന്ന് ഫോർമുല എഴുതി സമ്മ് കണ്ടുപിടിച്ച് സമയം കളയരുത്. ഇവിടെ നോക്കിയടാ, എസ് എന്നിൻ്റെ ഫോർമുല എന്താ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എനിക്ക് അറിയാം. 4n² + 2n. ചോദിച്ചത് ആദ്യത്തെ 25 പേരെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, S25 കണ്ടുപിടിച്ചാൽ മതി. S20 n എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് 25 ഇട്ട് കൊടുക്കുക. നോക്കിയടാ, 4 × 25² + 2 × 25. ഓക്കേടാ, 4 × നമുക്കറിയാം 25യുടെ സ്ക്വയർ നമ്മൾ 30. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പേ മാക്സിമം 30 വരെയുള്ള സ്ക്വയർ എങ്കിലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, അല്ലാതെ ഈ സ്ക്വയർ കണ്ട് അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരുന്ന് സമയം കളയരുത്. 30 വരെയുള്ള സ്ക്വയർ എങ്കിലും പഠിച്ചിട്ട് പൊയ്ക്കോണം. സ്ക്വയർ കംപ്ലീറ്റ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ സ്ക്വയർ കംപ്ലീഷനിലാണെങ്കിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തോണം, 30 വരെയുള്ള സ്ക്വയർ പഠിച്ചിരുന്നാൽ ആ സമയം കൂടെ ലാഭിക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞേടാ, 25 സ്ക്വയർ നമുക്കറിയാം 625 ആണ് അല്ലേ. + 2 × 25 എത്രടാ, 50. 4 × 625. 625 ഡബിൾ എത്രയാണ് നമുക്കറിയാം, എത്ര, 1250. 1250 ഡബിൾ എടുത്താൽ എത്ര, 2550. മൊത്തം എത്ര വരും, 2550 ആണ് സം. മറ്റേ ഫോർമുല ഇട്ട് ചെയ്താൽ ഇത് തന്നെ കിട്ടും. ചുമ്മാ സമയം കളയേണ്ട. S25 ഓൾജിബ്രയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾജിബ്ര ഓഫ് ഏതാടാ, എന്ത് ടേം വന്നാലും സമ്മ് വന്നാലും ഇത് വേണം ചെയ്യാൻ. തിരിഞ്ഞു പോയി പറയട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം. നോക്കിയടാ, 8ാമത്തെ ടേമിൻ്റെയും 19ാമത്തെ ടേമിൻ്റെയും സമ്മ് തന്നിട്ടുണ്ട്. അതായത് നമുക്കൊന്ന് എഴുതി നോക്കാം. x8ഉം x19ഉം കൂടെ കൂട്ടുന്നത് എത്രയാടാ, 125 എന്ന് തന്നിട്ടുണ്ട്. എ പാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താടാ, 7ാമത്തെ ടേമും 20ാമത്തെ ടേമും തമ്മിലുള്ള സമ്മ്. അപ്പോൾ എന്താ, x7ഉം പിന്നെ ഏതാ x20 തമ്മിലുള്ള സമ്മ്. സ്വാഭാവികമായിട്ടും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നല്ല വൃത്തി പഠിച്ചു പോകുന്ന പിള്ളേരാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് x8ഉം x19 വെച്ച് 2 ഇക്വേഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് എഫും ഡിയും കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത് സം ഓഫ് 7th and 20th ടേം കണ്ടുപിടിക്കും. കിട്ടും, ആൻസർ കിട്ടും. അത് മാത്രമേ കിട്ടൂ, ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എടാ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, 8ഉം 19ഉം അവരുടെ പൊസിഷൻ സമ്മ് വെറുതെ അങ്ങ് കൂട്ടി നോക്കുക. 8ഉം 19ഉം കൂട്ടുമ്പോൾ നമുക്കറിയാം 27 ആണ് പൊസിഷൻ സമ്മ്. നോക്കടാ, 8ഉം 19ഉം കൂട്ടുമ്പോൾ പൊസിഷൻ സമ്മ് എത്ര കിട്ടി, 27. എടാ, സം ഓഫ് പൊസിഷൻസ് സെയിം ആണെങ്കിൽ ആ 2 പേരുടെ സമ്മും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പൊസിഷൻ സമ്മ് സെയിം ആണെങ്കിൽ ആ 2 പേരുടെ സമ്മും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവിടെ നോക്കിയടാ, 8ഉം 19ഉം കൂട്ടിയപ്പോഴും 27. അവർ ചോദിച്ചതും അങ്ങനെ ചോദിക്കും, അതിന് വേണ്ടി അവർ ചോദിച്ചത്. നിങ്ങൾ കഷ്ടപ്പെടുന്ന പിള്ളേർ കാണും, അവർ കഷ്ടപ്പെടട്ടെ. ഇത് അറിയാവുന്ന പിള്ളേർ എന്ത് ചെയ്യും, അങ്ങ് ചെയ്ത് നോക്കിയോളൂ. ഓക്കെ, ഇത് എത്ര, 1 മിനിറ്റ് പോലും വേണ്ട. അത് നോക്കടാ, 7ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര, 27. x20 എന്താ പൊസിഷൻ സമ്മ് എത്ര, 27. അവിടെയും പൊസിഷൻ സമ്മ് 27, ഇവിടെയും പൊസിഷൻ സമ്മ് 27. അപ്പോൾ എന്ത് ഈക്വൽ ആവുമെന്ന് ഞാൻ പറഞ്ഞു, സമ്മ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എ പാർട്ടിന് ആൻസർ എത്രയാണ്, 125. തീർന്നു. സമയം കളയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പൊസിഷൻ സമ്മ് വെറുതെ നോക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കും, അതിന് വേണ്ടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവർ ഇറക്കിയത്. ഓക്കെ, അപ്പോൾ നോക്കിയിടാ, 8ഉം 19ഉം കൂട്ടിയപ്പോൾ എത്ര, 27. ചോദിച്ചതും 7ഉം 20. അപ്പോൾ കൂട്ടുമ്പോൾ 27. അപ്പോൾ ആൻസർ 125 തന്നെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. എ പാർട്ട് ക്വസ്റ്റ്യൻ തീർന്നു. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യനും അതുപോലത്തെ ഒരു പണിയാണ്. നോക്കിയടാ, 6ാമത്തെ ടേം തന്നിട്ടുണ്ട്, 21ാമത്തെ ടേം കണ്ടുപിടിക്കണം. ഇത് വായിക്കുമ്പോഴേ നമ്മളെ മനസ്സിൽ വന്നു, 6ഉം 21ഉം കൂട്ടുമ്പം തന്നെ എന്തായി, 27 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് എഴുതി നോക്കടാ, x6ഉം എന്താ എത്ര, 21. നോക്കടാ പൊസിഷൻ സമ്മ് 6ഉം 21ഉം കൂട്ടിയപ്പോൾ 27 വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സമ്മും എത്ര ആയിരിക്കൂടാ, 125. ഇവിടെയും എഴുതി, ഇവിടെ എഴുതി. അപ്പോൾ ഇവനും എന്തായിരിക്കൂടാ, 125 തന്നെ. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് മനസ്സിലായി. എന്നിട്ട് 6ാമത്തെ ടേം അവർ തന്നിട്ടുണ്ട്, എത്ര, 6th ടേം ഈസ് 40. അപ്പോൾ x6 ഉള്ളെടുത്ത് ആ 40 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, 40 + x21 ഈസ് ഈക്വൽ ടു 125. x21 കണ്ടുപിടിക്കുക. ഈ 40 അപ്പുറത്തോട്ട് ചാടിച്ചാൽ അപ്പോൾ 120 വെറുതെ പോടാ, എന്തെങ്കിലും കൊടുത്തുവിടെ. -125 - 40 കുറയ്ക്കുമ്പോൾ എന്ത് വരുടാ, 85. അപ്പോൾ x21 കണ്ടുപിടിക്കുക. എന്ത് കിട്ടി, 85 ഈസ് ദ ആൻസർ. 3 മാർക്ക് ക്വസ്റ്റ്യനാണ്. 3 മാർക്കിന് 6 മാർക്കിൻ്റെ സമയം എടുക്കരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പൊസിഷൻ സമ്മ് ഈക്വൽ ആണെങ്കിൽ സമ്മ് ഈക്വൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ?